ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. പ്രതിയും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് സത്യഗ്രഹ സമരം നടത്തും. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥ MS സൊല്യൂഷൻസ് തന്ത്രങ്ങൾ മെനഞ്ഞു എന്നാണോ റിപ്പോർട്ടിൽ പറയുന്നത്? SKN ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. കൂടുതൽ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ MS സൊല്യൂഷനെതിരെ, അതിന്റെ CEO ആയ ഷുഹൈബിനെതിരെ ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും അതിൽ കൃത്യമായ നിരീക്ഷണങ്ങളുണ്ട്, കണ്ടെത്തലുകളുണ്ട്. ഈ ഉദ്യോഗസ്ഥരും ഷുഹൈബും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. അതാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഷുഹൈബിനെ സംബന്ധിച്ച് ഇന്ന് നിർണായകമാണ്. ഇന്ന് ജില്ലാ സെഷൻസ് കോടതി ഇയാൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഇന്നലെ കോടതി ഇന്നത്തേക്കത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നതിൽ വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, കൂടുതൽ ആരോപണങ്ങൾ, കൂടുതൽ കണ്ടെത്തലുകൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരു റാക്കറ്റ് തന്നെ ഈ ചോദ്യപേപ്പർ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട് എന്നും പറയുന്നു. ഏതായാലും ഇന്ന് ഷുഹൈബിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നുള്ളതിൽ ഇന്നൊരു തീരുമാനമുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസും കൂടി ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ സമരം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. DD ഓഫീസിന് മുന്നിൽ ഇന്ന് കോൺഗ്രസിന്റെ സത്യഗ്രഹ സമരമുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുക. ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല, ജുഡീഷ്യൽ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ വേണ്ടത് എന്നുള്ളൊരു ആവശ്യമാണ് കോൺഗ്രസ് ഏതായാലും മുന്നോട്ട് വെക്കുന്നത്. ആ രീതിയിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. ഏതായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ, ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അഭിജിത്ത് മുഴക്കുന്ന്.